നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. CPIM നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനെന്നും BJPയുടെ അതേ ഭാഷയിലാണെന്നും ആഞ്ഞടിച്ച് UDF നേതാക്കൾ രംഗത്തെത്തി. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും പല മാറാടുകൾ ആവർത്തിക്കും എന്നുമായിരുന്നു AK ബാലൻ ഇന്നലെ പറഞ്ഞത്. പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചു. ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ ഒരു മാറാടും 2-ാം മാറാടും എന്നല്ല ഉണ്ടാവുക. ഇന്നലെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ പാലക്കാട് നടത്തിയ ഈ പരാമർശങ്ങളാണ് രാഷ്ട്രീയ വിവാദമായത്. പരാമർശത്തിൽ AK ബാലനും CPIMനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനെന്നും സംഘപരിവാർ പ്രചരണത്തിന്റെ ഭാഗമെന്നും VD സതീശൻ. ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. BJPയുടെ അതേ ഭാഷയിലാണ് പരാമർശമെന്നും മുഖ്യമന്ത്രി ഇടപെടണമെന്നും നേതാക്കൾ. CPMന്റെ നേതാവ് AK ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. BJPയുടെയും സംഘപരിവാറിന്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയത വിളമ്പുന്ന രീതിയിലേക്ക് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ ഉപകരണമാക്കി ഇടതുപക്ഷം വർഗീയ രാഷ്ട്രീയം പറയുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ഹൈന്ദവ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഉറപ്പുവരുത്തി കേരളത്തെ വർഗീയമായി വളരെ മോശമായൊരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം ഇടതുപക്ഷത്തിന്റെ പരാജയം മാത്രമല്ല, കേരളം നാളേറെയായി കാത്തുസൂക്ഷിക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടകരമായ നീക്കമാണ്. വിവാദ പരാമർശത്തിൽ CPIM നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് തിരിച്ചടി. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 14-ന് വിധി പറയും. A. പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തത് ദൈവതുല്യനായ വ്യക്തിയെ സംരക്ഷിക്കാനാണോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPMനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് A. പത്മകുമാറിനെതിരെയുള്ള ആരോപണം കടുപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ കണ്ടെത്തിയിട്ടും CPM പത്മകുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം ഇതിന്റെ ഭാഗമാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണം. എന്നിട്ടും CPM ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റ് നേതാക്കളെയും സംരക്ഷിക്കുകയാണ്. അതേസമയം ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. SIT വാദങ്ങൾ ശരിവെച്ച കോടതി നിലവിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. 80 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ ജാമ്യം വേണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. എന്നാൽ മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂട്ടർ സിജു രാജൻ SITക്ക് വേണ്ടി ചൂണ്ടിക്കാട്ടി. ഈ മാസം 14-ന് ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. മുസ്ലിം ലീഗിലെ ടേം നിബന്ധനയിൽ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകിയേക്കും. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായതോടെ 3 ടേം മത്സരിക്കാത്തവരും ഇത്തവണ മാറി നിൽക്കും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കുമെന്ന് സൂചനയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK ബഷീർ, KPA മജീദ്, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന, P ഉബൈദുള്ള എന്നിവരാണ് 3 ടേമോ അതിലധികമോ പൂർത്തിയാക്കിയവർ. PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും ഇളവ് ലഭിക്കും. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കും. അങ്ങനെയെങ്കിൽ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വേങ്ങരയിൽ മത്സരത്തിനിറങ്ങും.
KPA മജീദ് 3 ടൈം പൂർത്തിയാക്കി മാറി നിൽക്കാൻ ഇടയുള്ളതിനാൽ തിരൂരങ്ങാടിയിലും PMA സലാമിന്റെ പേര് ചർച്ചയിലുണ്ട്. തിരൂരങ്ങാടിയിൽ PMA സലാം അല്ലെങ്കിൽ വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹ്റ മമ്പാട് മത്സരിച്ചേക്കും. N ഷംസുദ്ദീൻ, PK ബഷീർ, മഞ്ഞളാംകുഴി അലി എന്നിവർക്കും ഇളവ് ലഭിക്കുമെന്ന സൂചനകളുണ്ട്. ഏറനാട് MLA PK ബഷീറിന് ഇളവ് ലഭിക്കുകയാണെങ്കിൽ മണ്ഡലം മാറും. ഇസ്മായിൽ മൂത്തേടത്തിനാണ് ഏറനാട് സാധ്യത. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കുന്നമംഗലത്തേക്ക് മാറിയേക്കും. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ താനൂരിൽ പരിഗണിക്കുന്നു. എന്നെ നെല്ലിക്കുന്ന KPA മജീദ്, P ഉബൈദുള്ള എന്നിവരും ഒരു ടൈം പൂർത്തിയാക്കിയ UA ലത്തീഫും ഇത്തവണ മാറി നിൽക്കും. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ എന്നിവർ തുടരാൻ സാധ്യതയുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി, MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു, ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടറും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PMA സമീർ എന്നിവരുടെ പേരും വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. 24 മലപ്പുറം. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് പേരാമ്പ്രയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച പേരാമ്പ്രയും മാണി സി കാപ്പന്റെ പാർട്ടിക്ക് നൽകിയ എലത്തൂരും ഏറ്റെടുക്കാനാണ് ആലോചന. അതേസമയം കോഴിക്കോട് ജില്ലയിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് സൂചന നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. ഇതിനായി പേരാമ്പ്ര മണ്ഡലമാണ് പരിഗണനയിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ രംഗത്ത് വന്നവരെ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പൂർണ്ണമായി തള്ളിയതും ശ്രദ്ധേയമായി. ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറെന്ന DCC അധ്യക്ഷൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ടെയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ബഹുമാന്യനായ നേതാവാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് DCCയുടെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല പിന്തുണ നൽകിയ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ പോസ്റ്റ് ഒട്ടിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് ആയിരിക്കില്ല. കഴിഞ്ഞ തവണ LDFന്റെ TP രാമകൃഷ്ണനെതിരെ മുസ്ലിം ലീഗാണ് പേരാമ്പ്രയിൽ മത്സരിച്ചത്. മാണി സി കാപ്പന്റെ പാർട്ടി KDPക്ക് നൽകിയ എലത്തൂർ ഏറ്റെടുക്കാനും നീക്കമുണ്ട്. ഇതിനിടെ LDFൽ എലത്തൂർ സീറ്റ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് തള്ളി. എലത്തൂർ സീറ്റ് CPM എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത് മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രചരണമാണോ? അങ്ങനെ പറയാം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ചർച്ചയൊന്നും ഇതുവരെ നടത്തിയതായിട്ട് അറിയില്ല. കോഴിക്കോട് ജില്ലയിൽ LDFന്റെ സിറ്റിംഗ് സീറ്റിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. മുഴുവൻ സീറ്റും LDF നിലനിർത്തുമെന്നും M മെഹബൂബ് പ്രതികരിച്ചു. അതേസമയം പാലക്കാട് ചിറ്റൂർ മണ്ഡലം ഏറ്റെടുക്കുമെന്ന വാർത്ത CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തള്ളി. ചിറ്റൂർ സീറ്റ് എന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സീറ്റും CPM ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ പാലക്കാട് ജില്ലയിലില്ല. അല്ല, അവരുടെ പാർട്ടിയിൽ മത്സരിക്കാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും മത്സരിപ്പിക്കായിരിക്കും ആ പാർട്ടി. ഇനി മത്സരിക്കാനില്ലെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനത്തോടെയാണ് ചിറ്റൂർ CPIM ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിൽ DCC അധ്യക്ഷൻ A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു. തൃത്താലയിൽ VT ബൽറാം വീണ്ടും മത്സരിക്കും. 24 കോഴിക്കോട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കളായ മറിയ ഉമ്മനും അച്ചു ഉമ്മനും മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ട് തള്ളി ചാണ്ടി ഉമ്മൻ MLA. തെരഞ്ഞെടുപ്പിൽ സഹോദരിമാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ 24നോട് പറഞ്ഞു. അതേസമയം പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ചാണ്ടി ഉമ്മനെന്ന് മുതിർന്ന നേതാവ് KC ജോസഫ് പ്രതികരിച്ചു. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലാണ് മറിയ, അച്ചു എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടത്. മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഇവരുമായി ആശയവിനിമയം നടത്തിയതായും വിവരമുണ്ട്. എന്നാൽ ഈ വാർത്തകളെ തള്ളുകയാണ് ചാണ്ടി ഉമ്മൻ. സഹോദരിമാർ മത്സരിക്കുന്ന കാര്യം തന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രമേ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യൂവെന്നും ചാണ്ടി ഉമ്മൻ 24നോട് പറഞ്ഞു. എന്റെ അറിവിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ താല്പര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കതല്ലേ അത് പറയാൻ പറ്റുള്ളൂ. പാർട്ടി ആരെ നിർത്തിയാലും നമ്മൾ സ്വാഗതം ചെയ്യും. പാർട്ടിക്ക് ആരെ വേണേ നിർത്താം. ചാണ്ടി ഉമ്മൻ മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫും പറഞ്ഞു. പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ചാണ്ടി ഉമ്മനാണെന്നും KC ജോസഫ്. ചാണ്ടി ഉമ്മൻ MLA ആയിട്ട് ഉമ്മൻചാണ്ടി മരിച്ച ഗ്യാപ്പില്ല വന്നത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ചാണ്ടി ഉമ്മൻ മാറേണ്ട സാഹചര്യമൊന്നുമില്ല. ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളി നല്ല വിജയം ഉണ്ടായി. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി വീണ്ടും മത്സരിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ആളാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ല. ചാണ്ടിയുടെ സഹോദരിമാരും മത്സരരംഗത്തിറങ്ങുന്നതിൽ രണ്ടഭിപ്രായമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുമെന്നാണ് മറുവിഭാഗം പറയുന്നത്. 24 കോട്ടയം. തൊടുപുഴയിൽ വീണ്ടും അംഗത്തിനിറങ്ങാൻ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. വിജയസാധ്യത കണക്കിലെടുത്ത് ചെയർമാൻ തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടി തീരുമാനം. അനാരോഗ്യത്തെ തുടർന്ന് PJ ജോസഫ് മത്സരിക്കില്ല എന്നായിരുന്നു റിപ്പോർട്ട്. 12ാം തവണയും തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാൻ ഉറച്ചു തന്നെയാണ് PJ ജോസഫ്. 2001 കാലിടറിയതൊഴിച്ചാൽ മിന്നും വിജയമാണ് മണ്ഡലത്തിൽ PJക്ക് ഇതുവരെ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ഇതുൾപ്പെടെ പരിഗണിച്ചാണ് പി ജെ ജോസഫ് തന്നെ തൊടുപുഴയിൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായത്. നിലവിൽ തൊടുപുഴയുടെ MLA ആണല്ലോ പി ജെ ജോസഫ്. അപ്പം മത്സരിക്കാണ്ടിരിക്കാനുള്ള ഒരു സാധ്യതകളും പാർട്ടി കാണുന്നില്ല. പാർട്ടി ചെയർമാനാണ്. പാർട്ടി ചെയർമാനും പാർട്ടിയും യോജിച്ച് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവും. അപ്പം അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചിത്രം വ്യക്തമാവും. പി ജെ ജോസഫിനൊപ്പം മറ്റ് മുതിർന്ന നേതാക്കളും മത്സര രംഗത്തുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ മത്സരിക്കുന്ന 10 സീറ്റുകളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന അവകാശവാദത്തിന് പിന്നിൽ വ്യക്തി താൽപര്യം മാത്രം എന്നാണ് കേരള കോൺഗ്രസിന്റെ വിമർശനം. 24 ഇടുക്കി. പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ മത്സരിപ്പിച്ചേക്കുമെന്ന് സൂചന. റാന്നി സീറ്റിലും അബിന്റെ പേര് ചർച്ചകളിലുണ്ട്. റാന്നിയിൽ മത്സരിക്കാൻ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവും താൽപര്യം പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം. PJ കുര്യൻ മത്സരരംഗത്തേക്ക് വരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ആറന്മുളയിലേക്ക് സുപരിചിതനായ യുവ നേതാവ് വരണമെന്നാണ് UDF-ലെ ചർച്ചകൾ. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പ്രഥമ പരിഗണന അബിൻ വർക്കിയുടെ പേരിന്. മണ്ഡലത്തിലെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ അബിന്റെ പേരിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നു. അബിൻ ആറന്മുളയിൽ മത്സരിച്ചാൽ റാന്നിയിൽ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവിന് നറുക്കുവീഴും. ഈ 2 സീറ്റുകൾ ഇരുവർക്കുമായി വെച്ചുമാറാമെന്ന ചർച്ചകളും മുന്നണിക്കുള്ളിലുണ്ട്. കോന്നിയിൽ അടൂർ പ്രകാശോ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലോ സ്ഥാനാർത്ഥിയായേക്കും. തിരുവല്ലയിൽ കേരള കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുത്തേക്കില്ല. അവിടെ വർഗീസ് മാമൻ UDF-ന് വേണ്ടി സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. അതേസമയം PJ കുര്യൻ വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിന് PJ കുര്യൻ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. 24 പത്തനംതിട്ട. തെരുവുനായ ശല്യത്തിൽ മൃഗസ്നേഹികളെ പരിഹസിച്ച് സുപ്രീം കോടതി. കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി ശേഷിക്കുന്നത് എന്നാണ് പരാമർശം. അക്രമകാരികളായ നായ്ക്കളെ കൊന്നുകളയാൻ ഉത്തരവിടണമെന്ന് പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച അഭിരാമിയുടെ അമ്മ കോടതിയിൽ പറഞ്ഞു. തെരുവുനായ ശല്യത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലായിരുന്നു വാദം. തെരുവുനായ ആക്രമണത്തോടൊപ്പം തെരുവുനായ്ക്കൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളിലും സുപ്രീം കോടതി ആശങ്കയറിയിച്ചു. നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിച്ചാൽ പരിഹാരമാകില്ലെന്ന് പറഞ്ഞ മൃഗസ്നേഹികളെ കോടതി പരിഹസിച്ചു. കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നാണ് പരാമർശം. തെരുവുനായ്ക്കൾ മൂലമുണ്ടായ അപകടത്തിൽ 20 ദിവസത്തിനിടെ 2 ഹൈക്കോടതി ജഡ്ജിമാർക്കാണ് പരുക്കേറ്റതെന്നും അതിൽ ഒരു ജഡ്ജിയുടെ നില ഗുരുതരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നായ്ക്കളെ ഷെൽട്ടറിൽ തീറ്റിപ്പോറ്റുന്നത് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും അത് പ്രായോഗികമല്ലെന്നും മൃഗസ്നേഹികൾ വാദിച്ചു. അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊന്നുകളയാൻ ഉത്തരവിടണമെന്ന് പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച അഭിരാമിയുടെ മാതാവ് കോടതിയിൽ പറഞ്ഞു. പാർപ്പിക്കാൻ കേന്ദ്രങ്ങളില്ലെങ്കിൽ തെരുവുനായ്ക്കളെ തെരുവിൽ നിന്ന് മാറ്റാനാകില്ലെന്ന് ആമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. കേസിൽ നാളെയും വാദം തുടരും. 24 ഡൽഹി. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ആളിക്കത്തി പ്രതിഷേധം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ചികിത്സാ പിഴവിൽ DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. 24 ആണ് ചികിത്സാ പിഴവ് പുറത്തു കൊണ്ടുവന്നത്. വയനാട് മെഡിക്കൽ കോളേജ് പരിസരം കണ്ടു സമരവേലിയേറ്റം. 21-കാരി പ്രസവശേഷം അനുഭവിച്ച വേദനയ്ക്ക് ഉത്തരവാദി മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയെന്നായിരുന്നു ആരോപണം. കോൺഗ്രസ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയം ഉപരോധിച്ചു. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. BJP DMO ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ആ സ്ത്രീയെ കുറ്റക്കാരിയാക്കുന്ന പരാമർശമാണ് ബഹുമാനപ്പെട്ട സൂപ്രണ്ടിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികം അവർ ചോദിക്കുന്നത് 2 മാസമായ ഒരു വിഷയം എന്തുകൊണ്ടാണ് ഇത്രയേറെ വൈകിയത്? പ്രസ്തുത ഈ പറഞ്ഞ പഞ്ഞിയിലോ തുണിക്കെട്ടിലോ രക്തം ഇല്ല എന്ന് പോലുമുള്ള
സാഹചര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പരാതിക്കാരിയെ കുറ്റക്കാരിയാക്കി സമർത്ഥമായി രക്ഷപ്പെടാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. ചികിത്സാ പിഴവ് മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്ന യുവതിയിൽ നിന്ന് DMOയുടെ സംഘം വിവരങ്ങൾ ആരാഞ്ഞു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും തുടർ നടപടികൾ. അവർക്ക് പ്രൂഫ് വേണമല്ലോ, കാരണം ഇത് ഇന്ന് സംഭവിച്ചോന്ന് പ്രൂഫ് വേണമല്ലോ. അതുകൊണ്ട് അവർ തുണിയായിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം നമ്മൾ ചുമ്മാ പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഒക്ടോബർ 20 മാനന്തവാടി മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പ്രസവം. 23 വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് വേദന അസഹനീയമായപ്പോൾ 2 തവണ മെഡിക്കൽ കോളേജിലേക്ക് വന്നുവെങ്കിലും ഡോക്ടർമാർ സ്കാനിങ്ങിന് തയ്യാറായില്ല. കഴിഞ്ഞ 29 വയറിലുണ്ടായിരുന്ന തുണിക്കെട്ട് കണ്ടെത്തിയത്. 24 വയനാട്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ UK യാത്രയിൽ ക്രമക്കേടുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായിരുന്നു അനുമതിയെങ്കിലും ഫണ്ട് പിരിവിനായി ദുരുപയോഗം ചെയ്തുവെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. പുനർജനി പദ്ധതിയിലെ CBI അന്വേഷണ ശുപാർശ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലിരിക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് വി ഡി സതീശന് UK പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. UK യാത്രയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിൽ ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. എന്നാൽ ഈ യാത്രാനുമതി ഫണ്ട് പിരിവിനായി വി ഡി സതീശൻ ദുരുപയോഗം ചെയ്തെന്നാണ് കണ്ടെത്തൽ. സതീശന്റെ UK യാത്രയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണവും വിദേശ ഫണ്ട് കേരളത്തിലെത്തിക്കാനുള്ള ഗൂഢാലോചനയും നടന്നതായി വിജിലൻസ് പറയുന്നു. അതേസമയം CBI അന്വേഷണം സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവ് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആവർത്തിക്കുകയാണ്. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്തെ ഭക്തജനത്തിരക്ക് തുടരുന്നു. 6 മണിവരെ മല ചവിട്ടിയവരുടെ എണ്ണം 70,000 കടന്നു. നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഇന്നലെ ഈ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 1,13,000-ലധികം പേരാണ് ദർശനത്തിനെത്തിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോന്നി ആറന്മുള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. പാർട്ടി ചർച്ച ചെയ്യും മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനാണ് വിശദീകരണം തേടിയത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെ രാജു എബ്രഹാം വ്യക്തമായ സൂചന നൽകിയിരുന്നു. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, ഇന്നലെയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ നമ്മളൊക്കെ അത്ഭുതം കൂറിയിരുന്നു. കാരണം ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. CPIM പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. ഇതിൽ പാർട്ടി ഇടപെട്ടിരിക്കുകയാണല്ലേ നേതൃത്വം? അതെ അനുജ, ഇതിനകത്ത് CPM-ന് LDF-ന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇക്കഴിഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ മറ്റ് ജില്ലാ സെക്രട്ടറിമാർ ഇതുവരെ നടത്താത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പത്തനംതിട്ട CPM-ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നടത്തിയത്. 24-നോടക്കം അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായ സൂചന നൽകിയത് ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് വീണ്ടും അവിടെ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടും. കോന്നിയിൽ KU ജനീഷ് കുമാർ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടും. അങ്ങനെ ഈ പത്തനംതിട്ട ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഈ 5 നിയോജക മണ്ഡലങ്ങളിലും സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകും. അതിനകത്ത് കോന്നിയിലും ആറന്മുളയിലും ഷുവർ സീറ്റാണ്, അല്ലെങ്കിൽ അവർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം വ്യക്തമായ സൂചനയാണ് രാജു എബ്രഹാം നൽകിയത്. അത് പാർട്ടി നേതൃത്വമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ അവരോട് പോലും ചർച്ച ചെയ്യാതെ രാജു എബ്രഹാം പറഞ്ഞതിനകത്ത് ഒരു അച്ചടക്ക ലംഘനം ഉണ്ടായിട്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വമുള്ളത്. സംസ്ഥാന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇമെയിൽ മുഖാന്തരം രാജു എബ്രഹാമിനോട് ഇതിനകത്ത് വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. ഏത് ഘടകത്തിൽ ചർച്ച ചെയ്തു, ആരാണ് ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത്, എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. കോന്നിയിലും ആറന്മുളയിലും വീണ ജോർജും KU ജനീഷ് കുമാറും മത്സരിക്കും എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജു എബ്രഹാം നൽകിയത്. അത് CPM-നെ സംബന്ധിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു തുറന്ന പ്രഖ്യാപനമായിരുന്നു രാജു എബ്രഹാം നടത്തിയത്. അതിനകത്താണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം രാജു എബ്രഹാമിൽ നിന്ന് വിശദീകരണം തേടാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ വിശദീകരണം നൽകണം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓഫീസ് മുറി തർക്കം അവസാനിക്കുന്നു. വിവാദത്തിന് പിന്നാലെ ശാസ്തമംഗലത്തെ ഓഫീസ് മുറി ഒഴിയാൻ PK പ്രശാന്ത് MLA. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ശാസ്തമംഗലത്തെ ഓഫീസിൽ നിന്ന് മാറും.
സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കാട്ടാനാക്രമണം. പാലക്കാട്ടും ഇടുക്കിയിലും കാട്ടാനാക്രമണത്തിൽ 2 പേർക്ക് പരുക്ക്. കണ്ണൂരിൽ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി. ആലപ്പുഴ ഹരിപ്പാട്ട് ആനപ്പാപ്പാന്മാരുടെ കൈവിട്ട കളിയിൽ കേസെടുത്ത് പോലീസ്. ദേവസ്വം പാപ്പാൻ ജിതിൻ രാജിനെ ഹരിപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിന്റെ അച്ഛൻ കൊട്ടിയം സ്വദേശി അഭിലാഷനായി തിരച്ചിൽ. ജമ്മുകശ്മീർ കത്വയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ വളഞ്ഞതായി വിവരം. മഹാരാഷ്ട്ര അംബർനാഥിലെ BJP സഖ്യത്തിൽ കടുത്ത നടപടിയുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. 12 കൌൺസിലർമാരെയും സസ്പെൻഡ് ചെയ്തു. അംബർനാഥിലെ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെയും നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.